കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും. അധീർ രഞ്ജൻ ചൗധരിയുടെ മണ്ഡലമായ ബർഹംപൂരിൽ ക്രിക്കറ്റ് താരം യൂസഫ് പഠാൻ മത്സരിക്കും. കൃഷ്ണനഗർ സ്ഥാനാർത്ഥിയായി വീണ്ടും മഹുവ മൊയ്ത്ര തന്നെയാണ്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, കോൺഗ്രസുമായി സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനെ നേരിടാൻ ഒരു യോർക്കർ മമതയുടെ വക. അത് തീർച്ചയായിട്ടും 42 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം 1999 മുതൽ ഉണ്ടായിരുന്ന അധീർ രഞ്ജൻ ചൗധരി അടച്ചു വാണ്ടിരുന്ന സീറ്റിലേക്ക് ഇപ്പോൾ യൂസഫ് പഠാനെ പ്രതിഷ്ഠിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. അതായത് ഏത് രീതിയിലും 42 സീറ്റിൽ പരമാവധി സീറ്റുകൾ വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ഒരു മഹാറാലിയിൽ വെച്ച്, കൊൽക്കത്തയിലെ ഒരു മഹാറാലിയിൽ വെച്ച് സ്ഥാനാർത്ഥികളെ മമതാ ബാനർജി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിന് പിന്നാലെ തന്നെ 42 പേരുടെയും പ്രഖ്യാപനം നടത്തുകയായിരുന്നു. അവിടെ വെച്ച് ശത്രുഘ്നൻ സിൻഹ ഉൾപ്പെടെ മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ വീണ്ടും കളത്തിലേക്ക് ഇറക്കുന്നുണ്ട് 2019 പിന്നാലെ. അതിനോടൊപ്പം തന്നെ കൂട്ടി പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സന്ദേശ് കാലി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തന്നെ ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളും നിലനിന്ന സന്ദേശ് കാലിയിലെ സിറ്റിംഗ് MP-യെ മാറ്റിക്കൊണ്ട് ഒരു മറു പരീക്ഷണം കൂടി ഇത്തവണ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു തരത്തിലും തനിക്കെതിരെ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തിന്റെയോ ഈ ഭരണപക്ഷത്തിന്റെയോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ CPM-ന്റെയോ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള വിവാദങ്ങളോ ആരോപണങ്ങളോ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു തന്നെയാണ് ഈ 42 സീറ്റിലേക്കും തൃണമൂൽ കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇവിടെ പശ്ചിമ ബംഗാളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഒറ്റയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി മേഘാലയ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തവണ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം മമത വ്യക്തമാക്കുന്നു. ആ സംസ്ഥാനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിന്നാലെ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് എന്നത് ഔദ്യോഗിക പ്രസ്താവന തന്നെയാണ് ഇന്നത്തെ മഹാറാലിയിൽ വെച്ച് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ജയറാം രമേശും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ മമതയുമായിട്ടെല്ലാം തന്നെ, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കളുമായി എല്ലാം ഒപ്പം നേരിട്ട് ഒരുപാട് സംസാരിക്കുന്നു, വിനിമയം നടത്തുന്നു. തീർച്ചയായിട്ടും പശ്ചിമ ബംഗാളിൽ ഏതെങ്കിലും തരത്തിൽ സഖ്യ സാധ്യത അത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി വാദികളൊന്നും തന്നെ അടഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അടക്കം ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞ സമയത്ത്, എന്നാൽ ഒരു തരത്തിലും ഇനി സത്യം വേണ്ട, ഒറ്റയ്ക്ക് തന്നെ എല്ലാ സീറ്റുകളിലും മത്സരിക്കാം അല്ലെങ്കിൽ മത്സരിക്കുമെന്നുള്ള മമതയുടെ വാശി അത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി അർജുൻ.